ഐറ്റ്നറിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാണ്ട് പോയൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. ഞാൻ ആദ്യം തൊട്ടേ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് നമ്മുടെ പ്ലാൻ, എന്താണ് നമ്മുടെ ഐറ്റ്നറി എന്നൊക്കെ. അന്നേരമൊക്കെ എന്നോട് പറഞ്ഞു, എടാ നമ്മളതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ടടാ, നമ്മൾ ജസ്റ്റ് പോയാൽ മാത്രം മതി, അവരുടെ കയ്യിൽ നിറയെ പ്ലാൻസ് ഉണ്ടെന്നൊക്കെ. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, ബ്രിഡ്ജ് ഹൗസ്. ഈ ഹൗസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 ബ്രിഡ്ജിൻ്റെ ഇടയ്ക്കാണ്. അതുമാത്രമല്ല, ഇത് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആപ്പിൾസ് സ്റ്റോർ ചെയ്യാനായിരുന്നു കേട്ടോ. പിന്നെ ഇറ്റ്സ് ഹാർഡ് ടു ബിലീവ് 6 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലി പണ്ട് ഈ കുഞ്ഞു വീട്ടിൽ താമസിച്ചു എന്ന്. അവിടുന്ന് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ, പക്ഷേ ഈ നേരെ പോകുന്നത് ഡെഡ് എൻഡിലേക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് റേഞ്ചും ഇല്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഐഡിയ ഇല്ല. 2 കാറും 2 സ്ഥലത്തേക്ക് സ്പ്ലിറ്റ് ആയിപ്പോയി. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെ കോൺടാക്ട് ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു. ഗൂഗിളിൽ ഞങ്ങൾക്ക് വേറെ ലൊക്കേഷൻ നോക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോഴാണ് ഇവിടെ ഒരു സ്ഥലമുണ്ട്, നല്ലതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അത് തന്നെയായിരുന്നു അവരുടെ ഐഡിയയിലുണ്ടായിരുന്ന ലൊക്കേഷനെ. സ്ലാറ്റർ ബ്രിഡ്ജ് എന്നായിരുന്നു ആ ലൊക്കേഷൻ്റെ പേര്. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ബ്രിഡ്ജിലുള്ള സ്റ്റോൺസ് ആണ്. അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. എനിക്ക് പോയതിൽ ഏറ്റവും ഇഷ്ടമായ സ്ഥലം ഇതായിരുന്നു. മേ ബി വെള്ളത്തിലൊക്കെ കളിച്ചിരിക്കാൻ പറ്റിയതുകൊണ്ടായിരിക്കണം. പിന്നെ വ്യൂവും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. തിരികെ വരാൻ മാപ്പ് ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരേ സ്ഥലം തന്നെ 3-4 തവണ കണ്ടതായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ എങ്ങനെയോ ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ലൊക്കേഷൻ കാണുന്നത്. അപ്പോൾ തന്നെ വണ്ടി ഇവിടെ നിർത്തി ഞങ്ങളിവിടെ ഇറങ്ങി. ഫിലിമിൽ മാത്രമേ ഇത്ര നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് നേരിട്ട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, മറ്റവരുടെ ഐറ്റ്നറിയിലെ ഈ ഒരു ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നല്ല ലേക്ക് വ്യൂ ഒക്കെ കാണാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു അത്.